എന്ന് പറഞ്ഞിട്ട് വേഗം വണ്ടിയുള്ള വന്നിരിക്കുകയാണ്. ഞാനും പ്രവീൺ വർഷങ്ങൾക്ക് മുമ്പ് വന്ന സ്ഥലം. ഹലോ, അപ്പൊ നമ്മളുടെ വാഗമൺ ബ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളെ ഇന്ന് കഴിഞ്ഞ ഇട്ട മറ്റേ മൂന്നാർ വ്ളോഗ്, ആ റിസോർട്ടൊക്കെ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന വ്ളോഗൊക്കെ ഇനി ഇടാൻ പോണത് വാഗമൺ വ്ളോഗാണ്. വാഗമണിലേക്കുള്ള യാത്രയാണ് ഇനി അടുത്തത്. അപ്പൊ നമ്മളെ സെയിം ഡ്രസ് തന്നെയാണ്, നോക്കണ്ട, ഈ ഡ്രസ്സിന് ഇടാൻ പോകുന്നത്. അപ്പൊ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇന്ന് നമ്മളുടെ വാഗമൺ വ്ളോഗാണ്. അപ്പൊ ഇനി ഇവിടെ എല്ലാവരും ഉണ്ട്. ഇന്നിട്ടേല് മറ്റേ മുന്നത്തെ വ്ളോഗില് എന്താ പറയാ, മതി വായി നോക്കിയത്. മുന്നത്തെ വ്ളോഗിലുള്ള ഡ്രസ് തന്നെയാണ് ഇത്, കാരണം ഞാൻ ആ ഡ്രസ് തന്നെയാണ് പോണത്. അപ്പൊ നമ്മളിപ്പോ ഇനി വാഗമണിലേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ഇനി ആദ്യം ഫുഡ് കഴിക്കട്ടെ, കാരണം ഉച്ചക്ക് 2:30-3 മണി ആയിപ്പോ സമയം. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ പോട്ടെ. ഫുഡ് കഴിച്ചിട്ട് നമ്മൾ നേരെ വാഗമണിലേക്ക് പോകും. മൂന്നാർ ടു വാഗമൺ ഒരു 2.5 മണിക്കൂറുണ്ട് ഒരു യാത്ര എന്തായാലും. അപ്പൊ അവിടെ പോണ വഴിക്ക് നല്ല അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ടില്ല. ബാക്കി ഇനി നമ്മൾ ഫുഡ് കഴിക്കട്ടെ. ഫുഡിന്റെ വീഡിയോ കാണിച്ചു. അപ്പൊ നമ്മള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റ് കയറിയിട്ട്, സൽക്കാര പറഞ്ഞ റെസ്റ്റോറന്റ് അല്ലേ, ജിത്തുബൈ ബിരിയാണി ഇല്ലേ, നമ്മളൊക്കെ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്രവീ ദം ബിരിയാണിയാണ്. ദം ബിരിയാണി ദമ്മുള്ളതുകൊണ്ട് ഞങ്ങൾ നോർമൽ ബിരിയാണി, അവനൊരു അഡീഷണൽ ദമ്മ. അയ്യോ അതെ. അപ്പോൾ നമ്മളിനി ഫുഡ്, ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് ഹാഫ് ബിരിയാണി, ഫ്രൈഡ് റൈസ്, ബിരിയാണി കഴിക്കും. അതിന് കുറച്ച് തന്നെ ബിരിയാണി വന്നതും തീറ്റ തുടങ്ങി. ഒരാൾ പോലും മൈൻഡ് അടിക്കുന്നില്ല, തീറ്റ തുടങ്ങി. ഡയറ്റിങ്ങിൻ്റെ ആള്. കുറച്ച് ബിരിയാണി, തൈര്, ഫ്രൈഡ് റൈസ് എടുത്തു, ചിക്കൻ ഫ്രൈ ഉണ്ട് ഇവിടെ. ഇനി തീറ്റ കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ. ഇവിടെ ഒരു കൊക്കോപ്പഴം കണ്ടിട്ട് അവിടെ പറിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് ജിത്തുബൈ. അങ്ങോട്ടുണ്ടാ മൂത്ര വഴിക്കാൻ എന്താ വ്യാജം ഇയാളുടെ. ഇവിടെ കൊക്കോപ്പഴം ഉണ്ടുണ്ട്, അത് പറിക്കാൻ നിൽക്കുകയാണ്. ഓൾറെഡി 2 പറിച്ചു കഴിഞ്ഞു അവിടെ വെച്ചിട്ട്. ഇവിടെ കൊക്കോപ്പഴം എടുക്കാന്ന് പറഞ്ഞിട്ട് അമ്മേ തല എവിടെ ഇളക്കി നോക്കി ഇതവിടെ ഒരു പഴം. അല്ല ചുണങ്ങ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? വളരെ വലുതാണ്. ഇവിടെ വലിയ മല. ഇപ്പോൾ കൊക്കോ പഴം കണ്ടപ്പോൾ അവിടെ നിന്ന് വാങ്ങിയാണ്ട്. ഇവിടെ വല്ല പാമ്പും. അയ്യോ മഴയാണോ? മഴ വീണ്ടും കൊണ്ടത് വേഗം വണ്ടി. മഴയത്ത് ഇറങ്ങിയതാണ്. നല്ലൊരു ഡാം. വാഗമൺ പോണ വഴി ഡാമാണ് പറഞ്ഞത്. അതെ, മുടിയൊക്കെ കേട്ടിട്ട് ഞാൻ ഭയങ്കര വണ്ടി കയറട്ടെ. നല്ല മഴ. പൊന്മുടി ഡാം. കുറച്ചേരം നിർത്തണ്ടോ? ഇത് മലയാറ്റൂര് പള്ളിയിൽ പോകുമ്പോ എന്താ മലയാറ്റൂര് പള്ളിക്ക് വഴിയാണ് പോണ സമയത്ത് പകുതി വഴിയിൽ യാത്ര കംപ്ലീറ്റ് ആക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടായി വരുന്ന ആളുകൾ ആ ഒരു കുരിശ് ഇവിടെ തറച്ചു പോകും. അടുത്ത ബാക്കിൽ വരുന്ന ആളുകൾ അതെടുത്തിട്ട് അവർക്കൊരു ഇതെന്നുള്ള രീതിയിൽ അവരാ പ്രാർത്ഥന അവിടെ എത്തിക്കും. ഓ അങ്ങനെയല്ലേ. അപ്പൊ ഇവിടെ ഒരു ഇതുണ്ട്. അപ്പൊ ഇനി ആരാ മലയാറ്റൂര് പോണത് അവർക്ക് വേണമെങ്കിൽ എടുത്തോണ്ടോവാ. അപ്പൊ ഈ പോണത് തിരിച്ചു വരുമ്പോഴോ അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. അപ്പൊ അതാണ് വിശ്വാസം. ഞാൻ പിന്നെ ക്രിസ്തീയ മത ഇഷ്ടം ഉള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് എനിക്കിത് ഭയങ്കര ഇഷ്ടം അത് കാണാം. അപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വന്നു.
നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. എന്താ കഴിക്കണേ? ചക്ക അതാ പോണു. ചക്ക എന്താ കഴിക്കണേ? എന്താ കഴിക്കണെന്ന്? അപ്പൊ ഒരു കോഫി കുടിക്കുകയാണ്. വാഗമണിലേക്ക് പോകാനുള്ള യാത്രയിലാണ്. അപ്പോ പ്രവി 2-3 വട്ടം വഴി തെറ്റിച്ചു. മാപ്പ് തെറ്റിച്ചു പ്രവിയല്ല. അതെ അതെ അതെ. പക്ഷെ അതുകൊണ്ട് എന്തായി? പൊന്മുടി ഡാം ഉണ്ടില്ലേ? അതുകൊണ്ട് നമ്മള് നല്ല വ്യൂ ആയിരുന്നില്ലേ? പൊന്മുടി ഡാം കണ്ടു. സൗണ്ട് ഓർക്കിടൂ. എന്നിട്ട് ഇനി നമ്മള് പോണ വഴിക്ക് കോപ്പിറൈറ്റ് അടിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു പാട്ട് കിട്ടും. അത് നല്ല കിട്ടും. അപ്പൊ ഞാൻ പറഞ്ഞ കേക്ക് ഉണ്ടെന്നാണ് എന്റെ വിശ്വാസം. അത് കഴിഞ്ഞ് നമ്മള് ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടിരിക്കുകയാണ്. അവിടെ വേറൊരു ആൾ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചായ കുടിക്കട്ടെ, കാപ്പി കുടിക്കട്ടെ. ഇനി കാപ്പി കടി എന്തെങ്കിലും ചെറിയ പലഹാരം. ഇതിപ്പോ സമയം 5:45. നമ്മൾ 6:30 എത്തുന്നാണ് വിചാരിച്ചത് വാഗമണില്. പ്രവി വഴി തിരിച്ചോണ്ട് നമ്മൾ ഇനി ആയിക്കോട്ടെ. ചാഞ്ഞു നിൽക്കണ മരത്തുമ്പോ പാഞ്ഞു കയറല്ലോ. ചായ നിൽക്കണോട്ടെ. അപ്പൊ നമുക്കിനി ചായ കുടിക്കാം. അപ്പോൾ ഇവിടെയാണ് നമ്മൾ വണ്ടി നിർത്തിയത്. നല്ല ശാന്തസുന്ദരമായ സ്ഥലം, പ്രകൃതി രമണീയ നിറഞ്ഞ സ്ഥലമാണ്. നീ എന്നെ അപമാനിച്ചു. എന്റെ റൂട്ട് തെറ്റി പറഞ്ഞിട്ട് വേപ്പ തെറ്റിച്ചിട്ട്. ഇപ്പൊ നമ്മളൊരു കടുങ്കാപ്പി കുടിച്ചു. അത് കഴിഞ്ഞ സോഡ വാങ്ങാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ റിസോർട്ടിലേക്ക് എത്താൻ പോവാണ്. ഇത് നിങ്ങൾ കാണുന്ന കുറേ റിസോർട്ടിൻ്റെ പേരുണ്ട്, പക്ഷെ അതൊന്നല്ല. നമ്മൾ പോകുന്നത് ഇവിടെ എലീസിയൻ വെയിൽ. 2.5 കിലോമീറ്റർ. ആ വണ്ടി പോട്ടെ മുന്നിക്ക് കുറച്ച് പോയിക്കോളൂ. ഫോർ സെറീൻ എന്താ റിസോർട്ട്? ഇതാണ് എലീസിയൻ എലീസിയൻ വെയിൽ. അപ്പോൾ നമ്മൾ കല്ലും മണ്ണും മുള്ളും നിറഞ്ഞ കാട്ടിലൂടെ വണ്ടിയിൽ പോവാണ്. വാഗമണിന്നാണ്. വാഗമണിന്ന് ഒരു 4 കിലോമീറ്റർ ഉള്ളിലേക്കാണ്. നമ്മുടെ എലീസിയൻ വെയിലെത്തിയിട്ടുണ്ട് റിസോർട്ട്. അപ്പോൾ ഇതാ ഇവിടെയാണ്. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ എൻട്രി ഇതാ ഇവിടെ. അടിപൊളിയാണല്ലോ. പിന്നെ ഇതിട്ടുണ്ട്. അടിപൊളിയാണല്ലോ. ആ നല്ല രസമുണ്ട്. കാണിച്ചുകൊണ്ടിരിക്കുന്നത് രാത്രി വ്യൂ ആണ്. അതെ, രാത്രി വ്യൂ ആണ് നമ്മള് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നാളെ രാവിലെ ഇത് എങ്ങനെയാണെന്നുള്ളത് നിങ്ങളെ പോലെ തന്നെ കാണാൻ നമ്മളും ആകാംക്ഷയിലാണ്. രാവിലെ നല്ല വൃത്തിയിലെടുത്ത് നമുക്ക് മൊത്തം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പൊ നമ്മള് റിസോർട്ട് എത്തി. ഇതാണ് റിസോർട്ട്. ഇതിന്റെ നൈറ്റ് വ്യൂ ആണ്. നമുക്ക് പകല് എല്ലാം കറക്റ്റായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി റിസോർട്ടാണ്. ഇവർക്ക് പ്രൈവറ്റ് ആയിട്ട് സ്പേസ് ആണെന്ന് തോന്നുന്നുണ്ട്. ഇനി ബാക്കി അവിടെ ചെന്നാലേ അറിയുള്ളൂ എന്താ സംഭവങ്ങളെന്നൊക്കെ ഉള്ളത്. അപ്പോൾ നമ്മൾ റിസോർട്ടിൻ്റെ റൂമിലേക്ക് പോവാണ്. കാണാൻ പോവാണ്. നൈറ്റ് വ്യൂ ആണ്. കാരണം നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും കിടക്കും വിരിയും സാധനങ്ങളൊക്കെ ആകെ അലങ്കുളപ്പെടും. അപ്പോൾ നമുക്ക് ഇപ്പം തന്നെ വീഡിയോ എടുക്കാം. അപ്പോൾ നമ്മളുടെ റൂമിലേക്കുള്ള എൻട്രി ഇതാണ്. വാഷ്റൂം, കട്ടിൽ, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഓഹോ, നേരെ പോയിട്ട് ആ താഴ്ന്ന ബോക്സ് വെച്ചില്ലേ വേസ്റ്റ് ഡസ്റ്റ്ബിൻ, അതിന്റെ ലെഫ്റ്റ്. ഓക്കെ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോകുന്നത് അധോലോകം. സമയം 8:30 ഫുഡ് കഴിക്കട്ടെ. പറ്റി പരിപാടി ഉള്ളൂ. തവളയാണത്. പോക്കാത്തവള, വെട്ടുകിളിയല്ല. അതിനെ ലെഫ്റ്റ്. അതെ അല്ലേ, അതന്നെ സായി പോണന്നെ നേരെ വിട്ടോ. ഇതുവരെ കാണാനില്ല. പ്ലേ ഗ്രൗണ്ട്
റെസ്റ്റോറന്റ് പുറത്തേക്കാണ് നമ്മുടെ പൂള് കിടക്കുന്നത്. ചാടി ചാടി ഉള്ളിയാണ് അവിടെ പോയരാ പൂള് കാണില്ലേ വീട്? അച്ഛാ പാൻറ് പാൻറ് പൂള് പൂള്. പൂള്. അപ്പൊ നമ്മുടെ റൂം അത് നമ്മുടെ റൂം ഇതാ മുകളിൽ ഇതാണ് റൂം. വലിയ തണുപ്പൊന്നുമില്ല കേട്ടോ. പക്ഷെ തണുപ്പ് ഇല്ല. ഇന്നലത്തെ മാതിരി നോക്കുമ്പോൾ കുറവല്ലേ? ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ അത്ര തണുപ്പായില്ല. ഇവിടെ നല്ല രസമല്ലേ? നമ്മളിപ്പോ എവിടെയാ? വേഗം ഭൂമിയുടെ ഈ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ എനിക്ക് ദൈവം തന്ന ഈ 2 കണ്ണുകൾ ദൈവം തന്നതിന്. അപ്പൊ നമ്മള് റെസ്റ്റോറൻറ്റോടെ എത്തി. ചിക്കൻ അപ്പോൾ നമ്മൾ വാഗമണിലെ റിസോർട്ടിൽ എത്തിയിരിക്കുകയാണ്. എന്താ എലീസിയ വീൽസ്. എലീസിയ വീൽസ്. അപ്പോൾ നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. സമയം 8:45. ഫുഡ് കഴിച്ചതിന് ബാക്കി പരിപാടികൾ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഇത് കോഫി അല്ലേ? കോഫി ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ ഷുഗർ ഇടാത്ത കോഫി കുടിക്കും. അപ്പോൾ നമ്മൾ ചപ്പാത്തി, ചിക്കൻ ബീഫ് വന്നിട്ട് ഫുഡ്. ചപ്പാത്തി ചിക്കൻ വന്നിട്ട്. അപ്പോൾ ഞാൻ ചിക്കൻ മറന്നിട്ട് കഴിക്കാം. ഒന്ന് എടുക്കട്ടെ. കഴിക്കട്ടെ. അതെ. അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഡേ 2 വാഗമണ്ണാണ്. അതായത് ഡേ 3 മൊത്തം ട്രിപ്പിൽ. അപ്പോൾ നമ്മുടെ റിസോർട്ടിൻ്റെ മുകളിൽ നിന്ന് ഒരു അടിപൊളി വ്യൂ ആണിത്. നമ്മൾ ഇന്നലെ രാത്രി കണ്ടതിൽ ഇരുട്ടായിരുന്നല്ലോ ഫുള്ള്. ഇതിപ്പോൾ പകലിപ്പോൾ സമയം ഒരു 7-7:30 അപ്പോൾ ഇവിടുത്തെ ഒരു വ്യൂ എന്ന് പറഞ്ഞൊരു ഭയങ്കര മൈൻഡ് ബ്ലോയിങ് വ്യൂ ആണ്. നല്ല അടിപൊളിയായിട്ട് കുറേ പ്ലാന്റേൻ, പിന്നെ കോടമഞ്ഞൊക്കെ ഇവിടെ കാണാൻ എന്ത് ഭംഗിയാണ്. നല്ല അടിപൊളിയായിട്ട് കോടമഞ്ഞുണ്ട് അവിടെ. നല്ല ഇവിടെ വരുന്ന വഴി ഭയങ്കര ദുർഘടം പിടിച്ച വഴിയാണെങ്കിൽ കൂടി അതിൻ്റെ ആ ഒരു വഴി മുതലായിട്ടുണ്ട് എന്തായാലും. അടിപൊളിയായിട്ട് ഇവിടെ ഒരു സ്പേസ് ഉണ്ട്. ഇവിടെ ഇന്ന് റെസ്റ്റോറൻറ്റ്, നമ്മൾ ഇന്നലെ വെച്ച ഫുഡ്, പിന്നെ സ്വിമ്മിങ് പൂള്, സ്പേസ് ഉണ്ട് ഇവിടെ ഇരിക്കാനുള്ളത്. മഴ എന്നല്ല വേണ്ടത്. അപ്പോൾ പക്ഷെ ഇവിടെ ഒന്ന് കുഴപ്പമില്ല. നല്ല അടിപൊളിയായിട്ട് വ്യൂ ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പുറത്തിറങ്ങിയതാണ്. ഇതാണ് നമ്മളെ റിസോർട്ടുകൾ വ്യൂ. അവിടെ നിന്ന് ബാക്കിൽ നിന്ന് ബാൽക്കണിയിൽ നിന്ന് കണ്ട വ്യൂ ആണ് നമ്മളിപ്പോൾ കണ്ടത്. നമ്മളിനി ഫുഡ് കഴിക്കട്ടെ. അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിലേക്ക് പോണ പകൽ വഴിയാണിത്. ഇന്നലെ നമ്മൾ നേരത്തെ രാത്രിത്തെ വ്യൂ കാണിച്ചത്. ഇതിപ്പോൾ പകൽ. ഇന്നലെ തവളയൊക്കെ ഉണ്ടായിരുന്നു. തവള ഉണ്ടായിരുന്നല്ലേ? അപ്പോൾ നമ്മൾ ഇവിടെ ഫുഡ് ആണ്. അപ്പോൾ ഓംലെറ്റ് ഉണ്ട്, പഴം, ചിക്കൻ സോസേജ്, അപ്പം, ദോശ, പുട്ട്, കടല, വെജ് സ്റ്റൂ, സാമ്പാർ. ഞാനെടുത്തത് പുട്ട്, കടല, ഓംലെറ്റ്. ഇവിടെ സ്ഥിരം ബ്രെഡ്, മുട്ട. ഇവിടെ ഹെൽത്തിയാന്ന് പറഞ്ഞിട്ട് 3 മുട്ട കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ജ്യൂസ്. പ്രഭി പിന്നെ നമ്മൾ നാടൻ സാധനങ്ങളാണ്. നമ്മളൊക്കെ നാടൻ സാധനങ്ങളാണ്.
അപ്പോൾ നമ്മൾ ഒരുങ്ങി ഈ ഡ്രസ്സ് ഇടാൻ കാരണം ഞാൻ എന്താ വെച്ചാൽ ഞാൻ റീൽ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഡ്രസ്സ് ഇട്ടത്. അപ്പോൾ കാരണം നല്ല കളർഫുൾ സാധനമായുണ്ട്. പിന്നെ ഇതാ ഇവിടെ വീടുണ്ട്. പിന്നെ ജിത്തുബായി ഇതാ ഫുള്ള് മോഡലായിട്ട് എൻ്റെ BB ക്രീമൊക്കെ എടുത്തിച്ച് സുന്ദരനായിട്ടുണ്ട്. വേറെ ഇല്ലാഞ്ഞിട്ടല്ല. അപ്പോൾ നമ്മളിതാ ഇവിടുന്ന് ഇറങ്ങുകയാണ്, മെല്ലെ നടക്കാറിയത് നമ്മുടെ. ഇത് കണ്ടിട്ട് ആരമുട്ടാന്ന് ഏത് ഇവിടെ ഉള്ളത് ഇത്. അപ്പോൾ നമ്മൾ മെല്ലെ പ്ലാന്റേഷനിൽ അത് കൂടെ ഒക്കെ ഒന്ന് പോയി നോക്കട്ടെ. ഈ പള്ളിയിൽ പോകണം. പള്ളിയിൽ കയറാൻ പറ്റില്ലുണ്ടാവോ? പിന്നെ നമ്മൾ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇവിടെ പോകാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു ഗോസ്റ്റ് ഹൗസ് ഉണ്ട്. അത് സാഹിത്യം പറയാൻ പറ്റത് അത് പോകുന്നില്ല. നമ്മൾ ഈ സ്ഥലത്ത് കൂടെ പോവാണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ നല്ല ദേടേ കൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല വെയിലുണ്ട്. പക്ഷെ രണ്ടുപേരും കാര്യമായിട്ട് വ്ളോഗിങ് നടത്തുന്നു. അപ്പോൾ ഞങ്ങളുടെ റിസോർട്ടാണ് അവിടെ. അവിടെ നിന്ന് ഇപ്പം ഇങ്ങോട്ട് നടന്നതാണ്. അവിടെ ഭയങ്കര വൈബുള്ള സ്ഥലമാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പം നമ്മളെ റിസോർട്ട് അവിടെ ഉണ്ട്, അവിടെ തന്നെ ഉണ്ട്. നമ്മളപ്പോ നടന്നൊരു കുന്നിന് മുകളിലെത്തി. അടിപൊളി വൈബുള്ള സ്ഥലം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ല അടിപൊളി കുന്നിൻ്റെ മുകളിലെത്തിയിട്ടുണ്ട്. വാഗമൺ ടൗൺ മൊത്തം കാണിക്ക് തോന്നുന്നു. വാഗമൺ മൂന്നാർ മൊത്തം കാണാൻ എനിക്ക് തോന്നുന്നുണ്ട്. അത്രയ്ക്ക് നല്ല സ്ഥലമുണ്ട്. പക്ഷെ അധികം എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം തോന്നുന്നുണ്ട്. ഞാൻ കിതയ്ക്കാൻ തുടങ്ങി. നല്ല അടിപൊളി സ്ഥലം. കുന്ന് കയറിയിട്ടാണെങ്കിലും ഞങ്ങൾ പറഞ്ഞു കുന്ന് കയറ്റിയിട്ടാണുള്ള സാധനം ഞങ്ങളെ കൊണ്ടുകൊണ്ട് ചോദിച്ചു. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ ഒരു 1.5 വ്യൂ. അവിടെ അധികം പോണ്ട. അപ്പോൾ നമ്മളിവിടെ ഒരു കുന്നിൻ്റെ മുകളിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നിരിക്കുകയാണ്. കാറ്റ് കൊള്ളാനല്ല, നമ്മൾ നല്ലൊരു വ്യൂ ഉണ്ടെന്ന് പറഞ്ഞിട്ട് വാഗമണിൻ്റെ മുകളിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് കാണാം സായിയും പ്രഭയും കൂടി ഫോട്ടോഷൂട്ട് നടത്താണ്. ജിത്തുബായി ഇവിടെ സ്വന്തമായിട്ട് എന്തൊക്കെയോ കണ്ടുപിടിച്ച് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല വൈബാണ് അല്ലേ? എങ്ങനെയുണ്ട് ഇവിടുത്തെ വൈബ്? ഇവിടെ എന്താ പറയുക, വളരെ ലൈറ്റായിട്ടുള്ള വെയിലുണ്ട്. പക്ഷെ നമുക്ക് ആ വെയിലിൻ്റെ ബുദ്ധിമുട്ടുകൾ അറിയാത്തതെന്ന് വെച്ചാൽ നല്ല കാറ്റാണ്. അത് കാരണം കൊണ്ട് ആ കാറ്റും ആ കാറ്റിൻ്റെ ഒപ്പം കാഴ്ചയും അത് രണ്ടും കൂടെ ആകുമ്പോൾ വെയിൽ നമുക്ക് ഇതാണ് ആ കാഴ്ച. ഇവിടെ നമുക്ക് നല്ല പാട്ട് കേൾക്കുന്നുണ്ട്. അവിടെ നിന്ന് താഴ്ത്തുന്ന ഇത് വീട്ടിൽ നിന്ന്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവാണ്. പൂളിലുള്ള കുളിയൊക്കെ കഴിഞ്ഞു. നമ്മൾ ഇനി ലഞ്ച് കഴിക്കാൻ പോവാണ്. 3 മണി വരെ സമയം. ഞങ്ങളിപ്പോൾ ചെക്കൗട്ട് ചെയ്യും ഫുഡ് കഴിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ലഞ്ചാണിത്. ഇതാ അപ്പോൾ നമ്മൾ ഈ റിസോർട്ടിനോട് യാത്ര പറയാണ്. അപ്പോൾ ഗൈസ് നമ്മളിപ്പോൾ പോണത് വേറൊരു പ്രത്യേക സ്ഥലത്താണ്. ഈ സ്ഥലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ആ റൂട്ടിനാ വന്നത്. ഇവര് പണ്ട് പോയ സ്ഥലമാണ്. അതാണ് ഇവര് ഓർമ്മകളായി വർക്കാണ്. ഇവരുടെ ഓർമ്മകളായി വർക്കാണ്. പണ്ട് നമ്മുടെ വീട്ടിലെ ജൂനിയർ എന്ന നായനെയും കൊണ്ട് വന്ന ഷൂട്ട് ചെയ്ത സ്ഥലമാണ്. അതെ,
നമ്മൾ ഇവിടേക്ക് വരാനാണ് നിന്നത്, പക്ഷെ അവിടെ ഓൾറെഡി ഓക്യുപ്പൈഡ് ആണ്. കുറെ ആൾക്കാരുണ്ട് അവിടെ. അപ്പൊ നമുക്ക് പ്രോഗ്രാംസ് ആണ്, സ്റ്റേ ചെയ്യാൻ പറ്റില്ല, നോക്കാൻ പറ്റില്ല. പൈൻ ഫോറസ്റ്റിലേക്ക് പോണ വഴിക്ക് ഞാനും പ്രവീൺ വർഷങ്ങൾക്ക് മുമ്പ് വന്ന സ്ഥലമാണ് വാഗമൺ ഹൈറ്റ്സ്. നമ്മള് മാത്രല്ല ജൂനിയർ ഉണ്ടായിരുന്നു. ഇവിടുത്തെ കാലാവസ്ഥ നിങ്ങൾ മാർച്ച് ഏപ്രിൽ മെയ് മാസങ്ങളിൽ മൂന്നാർ പോകണ്ട, വാഗമൺ വന്നാണ്. വാഗമണാണ് സെറ്റ്. ഈ യാത്രയിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയൊരു വെളിപാടാണ്. അപ്പൊ നമ്മളിവിടെ എസ്റ്റേറ്റിന്റെ അതുപോലെ ഷൂട്ടിംഗ് നടക്കുന്നുണ്ട് തോന്നുന്നു. ചായ കുടിക്കാൻ ഇറങ്ങിയപ്പോൾ ഇവിടെ നല്ല അടിപൊളി കോടമഞ്ഞുണ്ട്, നല്ല രസമില്ലേ ഇവിടേക്ക് കോടമഞ്ഞ്. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ വന്നട്ടോ. അയ്യോ അത് പിന്നെയും അടിക്ക് വന്നു കേട്ടോ കോട. അമ്മ അടിപൊളി. ആ സായി കുറച്ച് ബിസ്ക്കറ്റൊക്കെ വാങ്ങിയിട്ട് ഇവിടുത്തെ നായ്ക്ക് കൊടുക്കുന്നുണ്ട്. ഇവരുടെ വീടാ തോന്നുന്നുണ്ട്. ഇവിടെ നമ്മളെ ബജി ചായയാണ്. ഇവിടുത്തെ കോടമഞ്ഞ് പറഞ്ഞാൽ ഒരു അപാര കോടമഞ്ഞാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോ മൂവാറ്റുപുഴ തിരിച്ച് നേരെ കൊച്ചി തൃശ്ശൂരാണ് വെച്ചുപിടിച്ചിരിക്കുന്നത്. കൊച്ചി തൃശ്ശൂരില്ല, അങ്കമാലി തൃശ്ശൂരാണ്. അപ്പോൾ നമ്മൾ ആ വഴി പോകും. അതിന് നമ്മൾ ഈ നല്ല മഴയത്ത് നല്ല ചൂട് ചായയും ഹോർലിക്സ് കുടിക്കാൻ വേണ്ടി വന്നതാണ്. പിന്നെ നല്ല മധുരമുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്, അതൊക്കെ കഴിക്കട്ടെ. പപ്പടവട കഴിക്കുന്നുണ്ടാവും. അത് കഴിച്ചിട്ട് നമ്മളിനി യാത്ര തുടരും. അങ്ങനെ നമ്മൾ നന്ദനസീന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി നന്ദനസീന്റെ ബർത്ത്ഡേ നന്ദനസീന്റെ ബർത്ത്ഡേ ലൈറ്റ് നോക്കോ ഒന്നും കാണില്ല. വേണ്ട ഓണാക്കണ്ട ധോതി. നന്ദനസി മുല്ലപ്പൊക്കെ ചൂടിയിട്ടാണ് നിൽക്കുന്നത്. സുന്ദരി ഉണ്ടല്ലോ, കഴിക്കട്ടെ. അപ്പൊ നമ്മൾ നന്ദനസീന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. എന്താണ് വീട് മാറി കറി അവിടെയില്ല. ഈ ഒറ്റ ചേട്ടത്തിന് അറിയണിച്ചോളൂ. അപ്പൊ നമ്മൾ അങ്ങനെ നന്ദനസീന്റെ വീട് കാണാൻ പോവാണ്. അപ്പൊ ഗൈസ് എന്റെ ബർത്ത്ഡേക്ക് പേരിൽ വന്നിട്ടുണ്ട്. അല്ല വന്നിട്ടുണ്ട്. എനിക്ക് തന്ന ഗിഫ്റ്റാണ് നമ്മുടെ ജയചേട്ടനും ചേച്ചിയും എന്റെ ജീവിതം മനസ്സിലായില്ലേ? വന്നില്ലെങ്കിൽ സാഹചര്യം വെള്ളിയാണ് എന്തൊരു പാട്ടം, എന്തൊരു പാട്ടുണ്ടല്ലോ. നമുക്ക് ചോർന്നാ പക്ഷേ സായി ചേട്ടാ എവിടെ?
അവരെടുക്കും ഫോട്ടോ അതാ പോയോ അവര് പോയാ അഞ്ചൊരു ഫോട്ടോ എടുത്തോളിയേ എന്തൊരു പ്രകടിച്ചത് വേണോ ഇതില് വീഡിയോയുടെ ഫോട്ടോ അതിന് നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും ഫോട്ടോ എടുക്കണം നമ്മ ഈ ഫോട്ടോ എടുത്തോ വീഡിയോ ഓഫ് ചെയ്തോ ഏതിലേക്ക് നോക്കണ്ടെന്നൊന്ന് പറയൂ ശരി ഇത് എന്റെ ഗിഫ്റ്റ് എന്റെ ഭാഗം ഗിഫ്റ്റാണ് എന്തൊക്കെയാണ് സ്വകാര്യം പറയുന്നത് എന്താ കുറച്ച് ചോറ് കുറച്ച് മതി ആ കുറുക്ക ഞാൻ പറഞ്ഞു സ്പെഷ്യൽ ഗ്രേവി മതി കഷ്ണം വേണ്ട ഇവിടെ അൽഫാം തീറ്റ തുടങ്ങി അപ്പൊ ഇന്ന് നമ്മളെ കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ ഇട്ട് നോക്കി ഡ്രസ് മാറ്റി വേറെ ഡ്രസ് കിട്ടുമോ എല്ലാം നല്ല അടിപൊളി ഡ്രസ് അല്ലേ എല്ലാം നല്ല അടിപൊളി സ്റ്റാൻഡേർഡ് ഡ്രസ്സുകൾ അതാണ് ഞങ്ങൾ സ്റ്റാൻഡേർഡിലെ ആൾക്കാർ വാങ്ങുമ്പോ കണ്ടോ ഞാൻ നല്ല സ്റ്റാൻഡേർഡ് ഡ്രസ് ഇട്ടിട്ടില്ലേ ഞങ്ങള് ഗോവ ട്രിപ്പ് സത്യം ഞാൻ പറയട്ടെ നമ്മളിപ്പോ എല്ലാവരും എന്നോട് കമന്റ് ഇട്ട് ചോദിച്ചു മെസ്സേജ് അയച്ചു ചോദിച്ചു ചേട്ടന്മാര് വന്നില്ലേ നിനക്ക് ബിഗ് ബോസിൽ വലിയ ഷോ കാണിക്കലുണ്ടായിരുന്നല്ലോ അവര് ചേട്ടന്മാര് വന്നില്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ പറഞ്ഞു ഓരോരുത്തർ തിരക്കുണ്ടാവും കാര്യങ്ങളുണ്ടാവും നമ്മൾ ആരും പുഷ് ചെയ്തിട്ട് വരുന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അപ്പൊ സായി ചേട്ടൻ വന്നു സിജു ചേട്ടന് ദുഃഖവെള്ളി സുജു ചേട്ടൻ അവിടെ ദുഃഖിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞത് ലിംഗിച്ചൊന്ന് കൊടുത്തു അപ്പൊ പിന്നെ ദുഃഖിച്ചോണ്ടിരിക്കാന്ന് എല്ലാ വലിയ ദുഃഖവെള്ളിയാണ് എല്ലാ വെള്ളിയും ദുഃഖവെള്ളിയാണ് എന്തെങ്കിലും വീഡിയോ സ്റ്റോറി ഇടും അപ്പൊ വലിയ ദുഃഖവെള്ളിയാവും പിന്നെ അല്ല നീ എന്നോട് പറഞ്ഞിരുന്നു അവർക്ക് ഇപ്രാവശ്യത്തെ ആദ്യത്തെ ഈസ്റ്റർ ദുഃഖവെള്ളി ഈസ്റ്റർ വരുന്നല്ലോ ഈ ദുഃഖവെള്ളിക്ക് ഇത്ര ആഘോഷം അല്ലേ ദുഃഖവെള്ളി സായി കണ്ണേട്ടൻ വിളിക്കുന്നുണ്ട് പക്ഷെ അല്ലേ നമുക്ക് വേറെ ഒന്ന് സെറ്റപ്പ് ആക്കാം വേറെ പരിപാടി അതാ വേറെ പരിപാടി സെറ്റാക്കും ഞാൻ വെറുതെ പറഞ്ഞതാണ് എന്തത് പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ലല്ലോ ഞങ്ങളൊന്നും ആഘോഷിക്കാതെ പോലില്ല അത്ര തന്നെ ഉള്ളൂ ഞങ്ങള് വന്നില്ലേ ഉള്ളിലാണ് സ്നേഹം നമുക്ക് ഇവിടെ ഒരു സ്വർണ്ണവും തങ്കക്കൂടും തങ്കക്കട്ടിയൊക്കെ ഉണ്ടാവും ഞങ്ങൾക്ക് ഇതിനെ വേറെ ഗിഫ്റ്റ് കൊടുക്കണ്ടായിരുന്നു പറയണ്ട വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് നന്ദൂസ് ഡെയിലി ബിറ്റ്സ് കണ്ടതാണ് എല്ലാവരും ബൈ കഴിഞ്ഞു ജിത്തു ബൈ അവിടെ നിന്ന് ഗൈസ് അപ്പൊ ഞങ്ങൾ പോട്ടെ 12 മണി കഴിഞ്ഞു ബർത്ത്ഡേ ഡേറ്റ് കഴിഞ്ഞു ഏപ്രിൽ 19 ഇനി നമുക്ക് ഇനി വീണ്ടും വേറെ ദിവസം കാണാം അതെ ബൈ അപ്പൊ നമ്മൾ ടാറ്റ ബൈ ബൈ പറയാണ് നമ്മൾ ഇവിടുന്ന് നന്ദനസീന്റെ വീട്ടിൽ നിന്ന് ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് ടാറ്റ ബൈ ബൈ പറയാണ് നന്ദനസീന്റെ ടാറ്റ അഞ്ജനക്ക് നന്ദനസി അഞ്ജനക്കയും സ്നേഹാർ നായർ അപ്പൊ നമ്മളുടെ ടാറ്റ ബൈ ബൈ പറയാണ് ഞങ്ങൾ യാത്ര അയക്കാണ് കണ്ടോ നമ്മോട് നിൽക്കുന്നുണ്ട് ഇവിടെ ജിത്തുവായി നിൽക്കുന്നുണ്ട് ജിത്തുവായിക്കുണ്ട് അപ്പൊ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ നേരെ മലപ്പുറത്തേക്ക് പോകണം എന്തോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ബൈ